ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു സാധാ കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോണത്. എന്നിട്ട് നമുക്കൊരു ഉണങ്ങിയ പാത്രം വേണം, ഉണങ്ങിയത് തന്നെ വേണം കേട്ടോ. അതിന് ശേഷം നമുക്ക് 3 മുട്ടയാണ് എടുക്കേണ്ടത്. നമ്മൾ ഒരു മുട്ട ഇവിടെ ഇപ്പം നമ്മളിവിടെ 3 മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഗായ്സ്, ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റായി വന്നതിന് ശേഷം ഇതിനകത്ത് പഞ്ചസാര നമ്മൾ പൊടിച്ചിടേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഗായ്സ്, നമുക്ക് 1 കപ്പ് പഞ്ചസാര ഇടാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇത് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് ഗായ്സ്. പാറുന്നുണ്ട് കേട്ടോ, ഇവിടെ നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല. ഇത് കഴിഞ്ഞ് നമ്മൾ നല്ലവണ്ണം ബീറ്റ് ചെയ്യണം കേട്ടോ. പഞ്ചസാര കുറേശ്ശെ വേണം കേട്ടോ ഇട്ട് ചെയ്യാൻ. അത് കഴിഞ്ഞ് ഗായ്സ്, നമ്മൾ 1 കപ്പ് മൈദ അരച്ചെടുക്കണം കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് 1 ടേബിൾ സ്പൂൺ, അതായത് ഏറ്റവും ചെറുതുണ്ടല്ലോ അത് തന്നെ, എനിക്കൊരു പേരൊന്നും അറിയത്തില്ല, സോഡാപ്പൊടി. $5 ml ബേക്കിംഗ് പൗഡർ. ഇത്രയും അരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നല്ല ഫൈനായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇപ്പം ഒരു മിക്സ് ചെയ്ത ബാറ്ററിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച ആ ഒരു പൊടി കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ ഇതിനകത്ത് ഇട്ട ഇതും പിന്നെ ഞാൻ 2 തുള്ളി മാജിക് കളറും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ വന്നിട്ട് ഒരു റൗണ്ട് അടിച്ചിട്ട് ഒരു നടുവിൽ ഇങ്ങനെ ഒരു വര വരയ്ക്കുക. ഒരിക്കലും നമ്മൾ തിരിച്ച് വരയ്ക്കുക. തിരിച്ച് വരച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ബബിൾ മൊത്തം പൊട്ടി ഇത് ഹാർഡായി പോകും. എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നമുള്ളതാണത്. ഞാൻ ഏറ്റവും കൂടുതൽ ഇങ്ങനെയാണ് എൻ്റെ കേക്ക് മൊത്തം നശിച്ചു പോയിട്ടുള്ളത്. മൊത്തം കട്ട പോലെ ആയിപ്പോയി. ഇനി മിക്സ് ചെയ്യുക. ഈ ഒരു ഇതിൽ മാത്രമേ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അതിന് നിറം വെച്ച് വരുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വാനില എസൻസ് ഉറപ്പായിട്ട് ഒഴിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഒട്ടും വാനില എസൻസ് ഇല്ലായിരുന്നു, ഏലക്ക നോക്കിയിട്ട് കാണുന്നേ ഇല്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒഴിക്കുന്നത്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അല്ല ബിഗിനേഴ്സ് ആണെങ്കിൽ ഉറപ്പായിട്ട് ഇത് ശ്രദ്ധിച്ചിരിക്കണം. വീട്ടിലാർക്കും വേണ്ടിയിട്ടല്ലല്ലോ നമ്മളുണ്ടാക്കുക, നമുക്ക് വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് ഞാൻ കുഴപ്പമില്ലാന്ന് വെച്ചു. നമുക്കിത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഗായ്സ്, നിങ്ങൾ ഉറപ്പായിട്ടും പാൽ ഒഴിക്കുക. ഇതിൻ്റെ ഇപ്പോൾ വെള്ളം മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കുന്നത്. നിങ്ങൾ ഉറപ്പായിട്ടും പാൽ ഒഴിക്കണം കേട്ടോ. കട്ടി കുറച്ച് കൂടുതലാണ് ഇതിൻ്റെ, അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കുന്നത്. ഇതിൻ്റെ കട്ടി കുറച്ച് കുറക്കണം. അത് കഴിഞ്ഞ് ഗായ്സ്, നമ്മളിത് ഒഴിക്കാനുള്ള പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ ശകലം എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ ഗായ്സ് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗായ്സ് ഇതിനകത്ത് ഇനി തട്ടി കൊടുക്കണം ഗായ്സ്, വല്ല എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പൊട്ടിപ്പോകണ്ടേ. ഇപ്പോൾ ഗായ്സ് നമ്മളിതാ ഇപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് വെക്കുക. നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 35 മിനിറ്റ് ഇതിനകത്ത് നോക്കിയേ വേണ്ട ഗൈസ്. 35 മിനിറ്റ് കഴിഞ്ഞിട്ട് തുടങ്ങും. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നിർത്തി വെച്ചാൽ അല്ലെ ഇത് താന്നു പോകും ഗൈസ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സ്പഞ്ചി കേക്കാണ് കേട്ടോ. തൊട്ടാൽ തന്നെ നല്ല സ്പഞ്ചി കേക്ക്. ഇവിടെ കുഴി വീണമൊന്നും അല്ല കേട്ടോ, നമ്മൾ നെക്കി നോക്കിയതാണ്. അപ്പോൾ ഇച്ചിരി വലിയ ഓട്ടായി പോലെയാണ്, പ്രശ്നമൊന്നുമില്ല വരാം. ഇവിടെ സ്പഞ്ചി കേക്കാണ് കേട്ടോ. ഇത്ര സ്പഞ്ചായിട്ടുള്ള കേക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല ഗൈസ്. ഭയങ്കര സ്പഞ്ചാണ് കേട്ടോ. ഗൈസ് കേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുള്ള സ്പഞ്ചി കേക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. എന്നാൽ ശരി.